Hi friends, welcome to 90 Plus My Tuition App. Biology 3rd chapter Chemical Messages for Homeostasis. അതായത് സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങളിൽ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ അന്തസ്രാവി ഗ്രന്ഥികൾ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഈ ഹോർമോൺസ് ക്യാരി ചെയ്യുന്നതിനായി പ്രത്യേകം ഡക്ട്സ് ഇല്ലാത്തതിനാൽ ബ്ലഡിലൂടെയാണ് ടാർഗറ്റ് സെല്ലിൽ എത്തുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക തുടങ്ങി ഡിഫറെൻറ്റ് പ്രോസസ്സസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് ഹോർമോൺസിൻ്റെ ഫങ്ഷൻ. ഈ ചാപ്റ്റർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗത്തിൽ ഡിസ്കസ് ചെയ്യാം. Our first question is, analyze the illustration and complete the table appropriately. തന്നിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ചതിന് ശേഷം ടേബിൾ ഉചിതമായ രീതിയിൽ പൂർത്തീകരിക്കുവാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മനുഷ്യ ശരീരത്തിലെ ഡിഫറെൻറ്റ് എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ അന്തസ്രാവി ഗ്രന്ഥികളുടെ ചിത്രീകരണമാണ് തന്നിരിക്കുന്നത്. എ, ബി, സി എന്നിങ്ങനെ കോളംസും തന്നിരിക്കുന്നു. ഇവിടെ എ എന്ന കോളത്തിൽ ഡിഫറെൻറ്റ് എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ പേരുകൾ അറേഞ്ച് ചെയ്താൽ ബി, സി എന്നീ കോളത്തിൽ ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, അവയുടെ ഫങ്ഷൻസ് എന്നിവ ഫിൽ ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് സോൾവ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ഗ്ലാൻഡ് ഈസ് പീനിയൽ ഗ്ലാൻഡ്. ബ്രെയിനിൻ്റെ സെൻറ്റർ പോർഷനിൽ കാണുന്ന പി ഷേപ്ഡ് ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ്. ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ. എന്താണ് മെലാറ്റോണിൻ്റെ ഫങ്ഷൻ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക പോലുള്ള ശരീരത്തിൻ്റെ റിതമിക് ബോഡ്ലി ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക എന്നതാണ് മെലാറ്റോണിൻ്റെ ഫങ്ഷൻ. അടുത്ത ഗ്ലാൻഡ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. മനുഷ്യ ശരീരത്തിൽ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിനായി ഹോർമോൺസ് ആവശ്യമാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് ഇതിനായി സഹായിക്കുന്ന ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. രണ്ട് ഹോർമോൺസ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്, തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ. തൈറോക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. മെറ്റബോളിക് റേറ്റ് കൂട്ടുക, എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, കുട്ടികളിൽ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുക, കൂടാതെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ത്വരിതപ്പെടുത്തുക എന്നിവയാണ് തൈറോക്സിൻ്റെ ഫങ്ഷൻ. അടുത്തതായി കാൽസിറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഫങ്ഷൻ നോക്കാം. കാൽഷ്യം ലെവൽ കൂടിയാൽ കാൽസിറ്റോണിൻ ആണ് നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി സഹായിക്കുന്നത്. എങ്ങനെയാണ് കാൽസിറ്റോണിൻ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി സഹായിക്കുന്നത്? ബ്ലഡിൽ അധികമായി വരുന്ന കാൽഷ്യം അയോൺസിനെ ബോൺസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. കൂടാതെ ബോൺസിൽ നിന്നും കാൽഷ്യം ബ്ലഡിലേക്ക് മിക്സ് ആവാതെ തടയുന്നു. എന്നാൽ കാൽഷ്യം ലെവൽ കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? തൈറോയ്ഡ് ഗ്ലാൻഡിനോട് ചേർന്ന് കാണുന്ന പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതോർമോൺ എന്ന ഹോർമോണാണ് കുറഞ്ഞ ബ്ലഡ് കാൽഷ്യം ലെവൽ നോർമൽ ആകുന്നതിന് സഹായിക്കുന്നത്. അടുത്ത ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈമോസിൻ. ഈ ഹോർമോണിനെ യൂത്ത് ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ തൈമസ് ഗ്ലാൻഡ് യങ്ങർ സ്റ്റേജിൽ വളരെ ആക്റ്റീവും എന്നാൽ അഡൽട്ട് സ്റ്റേജ് എത്തുമ്പോൾ ഈ ഗ്ലാൻഡ് ചുരുങ്ങി ഇനാക്റ്റീവായി മാറുന്നു. തൈമോസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്നത് ടി ലിംഫോസൈറ്റ്സിൻ്റെ മെച്യൂറേഷൻ ആൻഡ് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുക എന്നതാണ്. അടുത്ത ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എമർജൻസി സിറ്റുവേഷൻസ്, അതായത് അടിയന്തരാവസ്ഥകളിൽ മനുഷ്യ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് സഹായിക്കുന്നു. ഇന്നർ മെഡുല ആൻഡ് ഔട്ടർ കോർട്ടക്സ് എന്നിങ്ങനെ അഡ്രീനൽ ഗ്ലാൻഡിനെ രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇവ ഓരോന്നും ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നർ മെഡുല രണ്ട് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്, എപ്പിനെഫ്രിൻ ഓർ അഡ്രിനാലിൻ, നോർ എപ്പിനെഫ്രിൻ ഓർ നോർ അഡ്രിനാലിൻ. ഈ രണ്ട് ഹോർമോൺസിൻ്റെയും ഫങ്ഷൻ എന്താണ്? എമർജൻസി സിറ്റുവേഷൻസിൽ
സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനോടൊപ്പം പ്രവർത്തിച്ച് ആ സാഹചര്യത്തെ ഉചിതമായ രീതിയിൽ നേരിടാൻ സഹായിക്കുക എന്നതാണ് ഈ രണ്ട് ഹോർമോൺസിൻ്റെയും ഫംഗ്ഷൻ. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ അടുത്ത ഭാഗമാണ് ഔട്ടർ കോർട്ടെക്സ്. ഇത് 3 ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു: കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ്. കോർട്ടിസോൾ പ്രോട്ടീൻസിൽ നിന്നും ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നു. കൂടാതെ ഡിഫൻസ് സെൽസ്, അതായത് രോഗപ്രതിരോധ ശേഷി നൽകുന്ന സെൽസിൻ്റെ ആക്ഷൻ സ്ലോ ഡൗൺ ചെയ്ത് ഇൻഫ്ലമേഷൻ, അലർജി പോലുള്ള റിയാക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ആൽഡോസ്റ്റിറോൺ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലാസ്റ്റ് ഹോർമോണായ സെക്സ് ഹോർമോൺ സെക്സ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഫങ്ഷൻ എന്നിവയെ കൺട്രോൾ ചെയ്യുന്നു. അടുത്ത ഗ്ലാൻഡാണ് സ്റ്റൊമക്കിലെ ഡിയോഡിനവുമായി ചേർന്ന് കിടക്കുന്ന പാൻക്രിയാസ്. ഇതിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന സെൽ ക്ലസ്റ്ററിൽ ആൽഫ ആൻഡ് ബീറ്റ സെൽസ് കാണപ്പെടുന്നു. ആൽഫ സെൽസ് ഗ്ലൂക്കഗോണും ബീറ്റ സെൽസ് ഇൻസുലിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൂക്കഗോൺ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് 2 glands are testes in males and ovaries in females. ടെസ്റ്റസ് അഥവാ വൃഷ്ണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇവ സ്പേം പ്രൊഡക്ഷൻ കൂടാതെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സായ ചേഞ്ച് ഇൻ വോയിസ്, ഗ്രോത്ത് ഓഫ് ഹെയർ, ഡെവലപ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ് എന്നിവയെ കൺട്രോൾ ചെയ്യുന്നു. ഓവറി അഥവാ അണ്ഡാശയം പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. ഈസ്ട്രജൻ ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതായത് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ എന്നിവയെ കൺട്രോൾ ചെയ്യുന്നു. പ്രൊജസ്റ്ററോൺ ഈ ഫങ്ഷൻസിനോടൊപ്പം എംബ്രിയോയെ യൂട്രസിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 2 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്: പിറ്റ്യൂട്ടറി ആൻഡ് ഹൈപ്പോതലാമസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻറ്റീരിയർ ലോബ് അഥവാ മുൻതളമെന്നും പോസ്റ്റീരിയർ ലോബ് അഥവാ പിൻതളമെന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആൻറ്റീരിയർ ലോബ് 5 ഡിഫറെൻറ്റ് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്: TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഡ്രീനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, GTH ഗൊണാഡോട്രോപിക് ഹോർമോൺ, പ്രോലാക്റ്റിൻ ആൻഡ് ഫൈനലി ഗ്രോത്ത് ഹോർമോൺ അഥവാ വളർച്ചാ ഹോർമോണുകൾ അഥവാ സൊമാറ്റോട്രോപിക് ഹോർമോൺ ഓർ സൊമാറ്റോട്രോപ്പിൻ. അടുത്തതായി ഓരോ ഹോർമോണിൻ്റെയും ഫങ്ഷൻ നോക്കാം. TSH തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ACTH അഡ്രീനൽ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. GTH മെയിൽസിൽ ടെസ്റ്റിസിൻ്റെ ഫങ്ഷനെയും ഫീമെയിൽസിൽ ഓവറിയുടെ ഫങ്ഷനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പ്രോലാക്റ്റിൻ മിൽക്ക് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഗ്രോത്ത് ഹോർമോൺ അഥവാ വളർച്ചാ ഹോർമോണുകൾ വളർച്ചയെ നിയന്ത്രിക്കുന്നു. ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവ മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അഥവാ അന്തസ്രാവി ഗ്രന്ഥികളുടെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോർമോൺസിനെ ട്രോപ്പിക് ഹോർമോൺസ് എന്നും അറിയപ്പെടുന്നു. അടുത്തതായി പോസ്റ്റീരിയർ ലോബിൻ്റെ ഫങ്ഷൻ നോക്കാം. ഇവ പ്രത്യേകം ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഹൈപ്പോതലാമസിലെ സ്പെഷ്യൽ ന്യൂറോ സെക്രീറ്ററി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, അതായത് ഓക്സിറ്റോസിനും വാസോപ്രസിനും സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുക എന്നതാണ് പോസ്റ്റീരിയർ ലോബിൻ്റെ ഫങ്ഷൻ. ഈ 2 ഹോർമോൺസിൻ്റെയും ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഓക്സിറ്റോസിൻ ഗർഭാശയ ഭിത്തിയിലെ സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ വഴി ചൈൽഡ് ബർത്ത് ഈസിയാക്കുന്നു. വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ ADH കിഡ്നിയിൽ വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അടുത്ത ഗ്ലാൻഡാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിനെ
പ്രൈം കൺട്രോളർ അഥവാ മുഖ്യ നിയന്ത്രകൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഹൈപ്പോതലാമസ് പ്രൈം കൺട്രോളറായി അറിയപ്പെടുന്നത്? ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുവഴി എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അഥവാ അന്തസ്രാവി വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഹൈപ്പോതലാമസ് പ്രൈം കൺട്രോളറായി അറിയപ്പെടുന്നത്. ഹൈപ്പോതലാമസ് 2 ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്: റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ. റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ട്രോപ്പിക് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. എന്നാൽ ഇൻഹിബിറ്ററി ഹോർമോൺ ട്രോപ്പിക് ഹോർമോണിന്റെ സെക്രീഷനെ തടയുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ഡിസ്ക്രൈബ് ഡിഫറെന്റ് ഡിസോർഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് വേരിയേഷൻ ഇൻ ഹോർമോൺ സെക്രീഷൻ. ഹോർമോൺ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗാവസ്ഥകളെക്കുറിച്ച് വിവരിക്കുവാനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ഹോർമോണിലെ വേരിയേഷൻ കാരണം കാണപ്പെടുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. ഡ്വാർഫിസം അഥവാ വാമനത്വം എന്നാൽ സൊമാറ്റോട്രോപ്പിൻ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുന്നത് കുട്ടികളിൽ എക്സസീവ് ഗ്രോത്തിന് കാരണമാകുന്നു. ഈ കണ്ടീഷനാണ് ജൈജാൻറ്റിസം അഥവാ ഭീമാകാരത്വം. മുതിർന്നവരിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുന്നത് ജോ, ഫിംഗേഴ്സ്, ഫേസ് എന്നിവയിലെ ബോൺ ഗ്രോത്തിന് കാരണമാകുന്നു. ഈ കണ്ടീഷൻ അക്രോമെഗലി എന്ന് അറിയപ്പെടുന്നു. അടുത്തതായി തൈറോക്സിൻ വേരിയേഷൻ മൂലമുണ്ടാകുന്ന ഡിസോർഡേഴ്സ് നോക്കാം. തൈറോക്സിൻ പ്രൊഡക്ഷൻ കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഈ സിറ്റുവേഷൻസിൽ തൈറോക്സിൻ കൺട്രോൾ ചെയ്യുന്ന ലൈഫ് ആക്ടിവിറ്റീസ് ആക്സിലറേറ്റഡ് ആകുന്നു. തൈറോക്സിൻ പ്രൊഡക്ഷൻ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഫീറ്റൽ ഓർ ഇൻഫൻസി സ്റ്റേജിൽ തൈറോക്സിൻ പ്രൊഡക്ഷൻ കുറയുന്നത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ഹിൻഡർ ചെയ്യുന്നതിന് കാരണമാകുന്നു. ഈ അവസ്ഥയാണ് ക്രെറ്റനിസം. മുതിർന്നവരിൽ തൈറോക്സിൻ പ്രൊഡക്ഷൻ കുറയുന്നത് മിക്സഡിമ എന്ന കണ്ടീഷന് കാരണമാകുന്നു. അയഡിൻ ഡെഫിഷ്യൻസി മൂലം തൈറോയ്ഡ് ഗ്ലാൻഡ് അബ്നോർമലായി ഗ്രോ ചെയ്യുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. അടുത്തതായി വരുന്ന 2 ഡിസോർഡേഴ്സ് ആണ് ഡയബറ്റിസും ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് എന്നത് ഇൻസുലിൻ ഡെഫിഷ്യൻസി മൂലം യൂറിൻ വഴി എക്സസ് എമൗണ്ട് ഗ്ലൂക്കോസ് എലിമിനേറ്റ് ആകുന്ന അവസ്ഥയാണ്. എന്നാൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നത് വാസോപ്രസിൻ ഡെഫിഷ്യൻസി മൂലം യൂറിനിലൂടെ കൂടുതൽ എമൗണ്ട് വാട്ടർ എലിമിനേറ്റ് ആകുന്ന അവസ്ഥയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ നോർമൽ ബ്ലഡ് വാട്ടർ ലെവൽ ഈസ് മെയിൻറ്റെയിൻഡ്. രക്തത്തിൽ ജലത്തിൻ്റെ സാധാരണ അളവ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രക്തത്തിൽ ജലത്തിൻ്റെ സാധാരണ അളവ് കുറയുമ്പോൾ വാസോപ്രസിൻ പ്രൊഡക്ഷൻ കൂടുന്നു. ഇത് കിഡ്നിയിൽ കൂടുതൽ വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നതിന് കാരണമാകുന്നു. എന്നാൽ നോർമൽ ബ്ലഡ് വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാസോപ്രസിൻ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. ഇത് കിഡ്നിയിൽ കുറവ് വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നതിന് കാരണമാകുന്നു. സമ്മർ സീസണിൽ യൂറിൻ എമൗണ്ട് കുറയുന്നതും വിന്റർ ആൻഡ് റെയിനി സീസൺസിൽ യൂറിൻ എമൗണ്ട് കൂടുന്നതും വാസോപ്രസിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായാണ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഇൻസുലിൻ മെയിൻറ്റെയിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇൻസുലിൻ എങ്ങനെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിയാൽ ഗ്ലൂക്കഗോൺ പ്രൊഡക്ഷൻ കുറയുകയും ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുന്നു. ഈ ഇൻസുലിൻ ഗ്ലൂക്കോസ് മോളിക്യൂൾസിന്റെ സെല്ലുലാർ അപ്ടേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. കൂടാതെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി ലിവർ സെൽസിൽ സ്റ്റോർ ചെയ്യുന്നു. ഇത് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു. എന്നാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞാൽ ഗ്ലൂക്കഗോൺ പ്രൊഡക്ഷൻ കൂടുകയും ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നു. കൂടിയ ഗ്ലൂക്കഗോൺ പ്രൊഡക്ഷൻ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യുകയും അമിനോ ആസിഡ്സിൽ നിന്നും ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ആർ പ്ലാൻ ഹോർമോൺസ്? സസ്യ ഹോർമോണുകൾ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാൻ ഹോർമോൺസ് അഥവാ സസ്യ ഹോർമോണുകൾ എന്നാൽ പ്ലാന്റ്സിലെ എല്ലാ തരത്തിലുള്ള ലൈഫ് ആക്ടിവിറ്റീസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇവയെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അഥവാ സസ്യ വളർച്ച നിയന്ത്രക വസ്തുക്കൾ എന്നും അറിയപ്പെടുന്നു. 5 ഡിഫറെൻറ്റ് പ്ലാൻ ഹോർമോൺസ് ആണ് പ്ലാന്റ്സിൽ കാണപ്പെടുന്നത്. ജിബർലിൻ, ഓക്സിൻ, സൈറ്റോകൈനിൻ, എഥിലിൻ ആൻഡ് അബ്സിസിക് ആസിഡ്. ജിബർലിൻ ആണ് സീഡ് ജെർമിനേഷൻ, ലീഫ് സ്പ്രൗട്ടിംഗ് ആൻഡ് സ്റ്റെം ഇലോങ്ങേഷന് സഹായിക്കുന്ന പ്ലാൻ ഹോർമോൺ. ആഫ്റ്റർ ജെർമിനേഷൻ ഓക്സിൻ ആണ് ടെർമിനൽ ബഡിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. കൂടാതെ സെൽ ഇലോങ്ങേഷൻ, ഫ്രൂട്ട് ആൻഡ് ഫ്ലവർ ഫോർമേഷൻ എന്നിവയെ ഓക്സിൻ സഹായിക്കുന്നു. അലോങ് വിത്ത് ഓക്സിൻ സൈറ്റോകൈനിൻ ആണ് സെൽ ഡിഫറൻഷിയേഷൻ പോസിബിൾ ആക്കുന്നത്. സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഗ്രോത്ത് എന്നിവ സൈറ്റോകൈനിന്റെ ഫങ്ഷൻസ് ആണ്. എഥിലിൻ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു. അബ്സിസിക് ആസിഡ് ആണ് ഇവയുടെ ഫോൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ 5 പ്ലാൻ ഹോർമോൺസിന്റെയും കമ്പൈൻഡ് ആക്ഷൻ ആണ് പ്ലാൻ ഗ്രോത്ത് കംപ്ലീറ്റ് ആക്കുന്നത്. അടുത്തതായി എന്താണ് ആർട്ടിഫിഷ്യൽ പ്ലാൻ ഹോർമോൺസ് അഥവാ കൃത്രിമ സസ്യ ഹോർമോണുകൾ എന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ പ്ലാൻ ഹോർമോൺസ് എന്നാൽ നാച്ചുറൽ പ്ലാൻ ഹോർമോൺസിൽ നിന്നും സിന്തസൈസ് ചെയ്യുന്നവയാണ്. 2,4-D, എത്തിഫോൺ എന്നിവ ഇവയ്ക്ക് എക്സാമ്പിൾസ് ആണ്. 2,4-D എന്നത് ഒരു വീഡിസൈഡായും എത്തിഫോൺ റബ്ബർ പ്ലാന്റ്സിൽ ലാറ്റക്സ് പ്രൊഡക്ഷൻ കൂട്ടുന്നതിനും സഹായിക്കുന്നു. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഒരു സെക്ഷൻ എക്സാമിന് നിങ്ങൾക്ക് ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ തീർച്ചയായും സഹായിക്കും. സോ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാംസ്.